പോലും ചിരിച്ചിട്ടില്ല. അതേ ടൈമിൽ മരിച്ചിട്ട് മയ്യത്തായിട്ട് കിടന്നോണ്ടിരിക്കുമ്പോ റുബയ്യ ഇബ്നു ഖിറാശ് തങ്ങളെ മയ്യത്ത് ചോറായിട്ട് ചിരിച്ചോണ്ടുണ്ടോ. റായത്തങ്ങ് വലിയ ആശ്ചര്യായി പോയിട്ട് സുബ്ഹാനല്ലാഹ്. ഹയാത്ത് കാലത്തിൽ ഒർക്ക പോലും ചിരിക്കാത്ത മനുഷ്യർ റുബയ്യ ഇബ്നു ഖിറാശ് മരിച്ചിട്ട് മയ്യത്തായിട്ട് കിടന്നോണ്ടിരിക്കുമ്പോ ആ മയ്യത്ത് ചിരിച്ചോണ്ടുണ്ടല്ലേ. കാരണം എന്തോ ആരും ആ മയ്യത്ത് തുടകുമുട്ട പോണ്ടില്ല. എല്ലാരും ദൂരെ നിക്കടാറ്. അപ്പ അവിടെ ഒരു ശബ്ദ കേട്ടോണ്ട് പണ്ട് എന്തൊരു ശബ്ദ, നിങ്ങ ആരും ദൂരെ നിക്കണ്ട, എല്ലാരും മുട്ട ബറൂ, നന്റെ മയ്യത്ത് കൊമ്പോറു കബറിൽ ദഫനാക്കൊരു. കാരണം നന്റെ കബറിൽ കാത്തോണ്ടുണ്ട് ഒരു നേതാവ്. ആരായിട്ടിക്കടാ നേതാവ് ഉണ്ടല്ലേ. സമീനോ സമാൻ तुम्हारे लिए, मकीनो मकान तुम्हारे लिए, बने दो जहान तुम्हारे लिए. ഈ കാണ്ട് ആകാശ ആ നേതാവുള്ളത്, ഈ കാണ്ട് ഭൂമി ആ നേതാവുള്ളത്, ഈ കാണ്ട് അണ്ടകടാഹ എല്ലാം ആ നേതാവുള്ളത്. ആ നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവ് നന്റെ കബറിൽ കാത്തോണ്ടുണ്ട്. വേഗം പോറു. ആ മഹാന്മാര് കൊതിച്ചതങ്ങനെ. അതേ ടൈമിൽ ഞങ്ങൾക്കും അത് കൊതിക്കുക വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് നബി തങ്ങളെ കാണുകയില്ല, നബി തങ്ങളെ മോത്തോറ് മുത്തു കൊടുക്കുകയില്ല, ഹബീബായ തങ്ങളെ കൈ ചുംബിക്കുകയില്ല. ഒരു ബേജാറും വേണ്ട. ആ നബി തങ്ങളെ തടിയുടെ ചോര സർക്കുലേറ്റ് അവിടെ ഒരു മഹാൻ ഈ സ്റ്റേജിലുണ്ടോ. ആ പവർ നക്കില്ല ഞാൻ എത്ര വാല് ചൊന്നെങ്കിലും, ആ പവർ നിങ്ങൾക്കില്ല നിങ്ങൾ എത്ര വാല് കേട്ടെങ്കിലും, ആ പവർ ഞങ്ങൾക്ക് ആർക്കുമില്ല ഞങ്ങൾ കുത്തനെ മറിഞ്ഞെങ്കിലും. അതേ ടൈമിൽ ഈ സ്റ്റേജിലുള്ളൊരു മഹാനുക ആ പവറുണ്ടോ. ആ മഹാന്റെ തടിയിൽ സർക്കുലേറ്റ് ആയോണ്ടുള്ള ചോര റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ചോറ് ചൊല്ലൊരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോര സർക്കുലേറ്റുള്ള മഹാനീ സ്റ്റേജിലുണ്ടോ. അത് വേറെ ആറുമല്ല, ഈ വെച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങ. നബി തങ്ങളെ കൈമുത്തുകയില്ല സമാ. ഞങ്ങൾക്ക് കില്ലൂർ തങ്ങളെ കൈമുത്തണോ, കില്ലൂർ തങ്ങളെ പൽക്ക കേൾക്കണോ, കില്ലൂർ തങ്ങളെ ഉപദേശ കേൾക്കണോ, കില്ലൂർ തങ്ങളെ ദുഅത്ത് ആമീൻ ചൊല്ലണോ. തങ്ങന്മാരെ സാമാന്യ ആൽമാരല്ല. അഹ്ലു ബൈത്തി കസഫീനത്തി നൂഹ്. നന്റെ കുടുംബായ തങ്ങന്മാര് അങ്ങ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ ആരെങ്കിലും ആ തങ്ങന്മാരുടെ കൂടെ പോയെങ്കിൽ അവന് രക്ഷപ്പെട്ടു പോണ്ട. തങ്ങന്മാരെ ദൂരെയോട്ട് നടന്നെങ്കിൽ അവന് രക്ഷപ്പെടുക ചാൻസ് ഇല്ല. ഇഷ്തദ്ദ ഗളബുല്ലാഹി ഫീമൻ ആദാനി ഫീ ഇത്രതി. നന്റെ തങ്ങന്മാരെ നൊമ്പലാക്കുമ്പോൾ ആയിട്ടിക്കട് അല്ലാഹു യാറ അർസബണ്ടോണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തങ്ങന്മാരെ ബഹുമാനിച്ചിട്ട്, തങ്ങന്മാരെ പിരസവിച്ചിട്ട്, ആ തങ്ങന്മാരെ പിറവിൽ നിന്നിട്ട് പോകുന്ന നമുക്ക് അല്ലാഹു അവസര തരട്ടെ. അൽഹംദുലില്ലാഹ്. ഓ ബാലക്കാറ, നബി തങ്ങളെ പല്ല് ഉഹുദിന്റെ മണ്ണിൽ പോയിട്ട് നബി തങ്ങളെ തടിയുടെ ചോര പറത്ത് ബന്ധു എന്തെങ്കിലും ഒന്നു നബി തങ്ങ ഞങ്ങളെ കേട്ടിട്ട എത്തരമാ കഷ്ട നബി തങ്ങ സഹിച്ചില്ലേ. സ്വന്ത റായ ആയ മക്ക വിട്ടിട്ട് മദീനത്തേക്ക് പോയില്ലേ, സ്വന്ത അക വിട്ടുപോയില്ലേ, സ്വന്ത കുടുംബത്തെ വിട്ടുപോയില്ലേ, സ്വന്ത റായത്തെ വിട്ടുപോയില്ലേ. എന്തെങ്കിലും ഒന്നു നബി തങ്ങ ഞങ്ങളെ കേട്ടിട്ട കേട്ടത് ഒന്നുണ്ടോ. നബി തങ്ങ ഒന്നു ഞങ്ങളെ കേട്ട് എന്തും കേട്ടിട്ടില്ല ചൊല്ലത് സമല്ല. ഒന്നു നബി തങ്ങ ഞങ്ങളെ കേട്ട് ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നന്റെ പല്ല് ഉഹുദിന്റെ മണ്ണിൽ പൊട്ടിപ്പോയൊരു സമാ, നന്റെ തടിയുടെ ചോര പോയൊരു സമാ, നക്ക് നന്റെ തടിക അടിപൂന്നൊരു സമാ, കല്ല് പൂന്നൊരു സമാ, നാണ് എത്തരമാ ത്യാഗ സഹിച്ചര സമാ. നിങ്ങളെ എന്തും നക്ക് വേണ്ട, നക്ക് വേണായത് ഒന്നു മാത്ര.
അസ്അലുകും അലൈഹി അജ്റ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നന്റെ കുടുംബായ തങ്ങന്മാരുള്ളാരല്ലേ, കില്ലൂർ തങ്ങ ഇല്ലേ, അതുപോലത്തെ തങ്ങന്മാരില്ലേ, ആ തങ്ങന്മാരെ നിങ്ങൾ പിർസവയ്ക്കറൂ, ആ തങ്ങന്മാരെ നിങ്ങൾ ബഹുമാനിക്കറൂ, ആ തങ്ങന്മാരെ പിറവില് നിക്കറൂ. ഇതല്ലാണ്ട് എന്നൊക്കെ വേറെന്തും നിങ്ങളേല് കേൾക്കുകയില്ലാണ്ട് നബി തങ്ങ ഞങ്ങളേല് ചൊന്നപ്പാ ഞങ്ങൾക്ക് എന്തേ തങ്ങന്മാരെ കൂടെ നിക്കുക വേണ്ടേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കൈകമ്പ പരിസരത്തുകാര് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട കില്ലൂര് തങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. കില്ലൂര് തങ്ങളെ സ്വലാത്തിൽ ധാരാളം പങ്കുചേരുന്നവരാണ്. കില്ലൂര് തങ്ങളുടെ എല്ലാ ദീനീ സംരംഭങ്ങൾക്ക് സാത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ കില്ലൂര് തങ്ങൾ വരുന്നു പ്പോഴേക്ക് ഈ കാണുന്ന പുരുഷന്മാരിവിടെ തടിച്ചുകൂടി. എത്രയോ ഉമ്മമാരും സഹോദരിമാരും ഇതിന്റെ 10 മടങ്ങുണ്ട്. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. കില്ലൂര് തങ്ങൾ ആരാണ്? ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, 2 സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്തട്ടെ. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കറിയില്ലേ കാജൂർ എന്ന പ്രസിദ്ധമായ സ്ഥലം, ഒരുപാട് മഹാന്മാര് കിടന്ന് വിശ്രമിക്കുന്ന സ്ഥലം, അതിനോട് തൊട്ട് ചേരുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കില്ലൂർ എന്ന ഗ്രാമം. തങ്ങന്മാരുടെ നേതൃത്വം എത്ര ഫലവത്തതാണ് എന്ന് അറിയണമെങ്കിൽ ഒരു സ്വലാത്തിന് കില്ലൂരിൽ പോയി നോക്കൂ. അൽഹംദുലില്ലാഹ്, കർണാടകയുടെ മണ്ണിൽ ധാരാളം ആശിഖീങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച് ഹബീബായ തങ്ങളോടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിക്കാൻ നേതൃത്വം നൽകുന്ന മഹാനാണ് കില്ലൂര് തങ്ങൾ. ഒരുപാട് രോഗികൾ അവിടെ വരുന്നുണ്ട്. ഈ സാധുവായ ഞാൻ ഒന്നിലേറെ തവണ വാതിന് പോയിട്ടുണ്ട് തങ്ങൾ ക്ഷണിച്ചതുകൊണ്ട്. അവിടെ ധാരാളം നേർക്കുനേര് കണ്ടതാണ്. നടക്കാത്ത കുട്ടികൾ ആ സ്വലാത്തിന്റെ സദസ്സിൽ നടന്നിട്ടുണ്ട്. ക്യാൻസർ പിടിപെട്ടവർ വരെ സുഖപ്പെട്ടിട്ടുണ്ട്. വൃക്കക്ക് കിഡ്നി ഫെയിലൂരായി എന്ന് റിപ്പോർട്ട് നൽകപ്പെട്ടവർ പിന്നീട് പോയി നോക്കുമ്പോ ഫെയിലൂരില്ല എന്ന് കുറ്റബോധം സമ്മതിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യ മക്കൾക്ക് പരിഹാരത്തിന്റെ കരങ്ങൾ നീട്ടുന്ന നേതാവ് ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. തങ്ങൾ നമുക്കിവിടെ ദുആ ചെയ്യും, തങ്ങൾ നമ്മോട് സംസാരിക്കൂ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആ കില്ലൂരിന്റെ പള്ളിയുടെ മുറ്റത്ത് സ്ഥലമില്ല, വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ആളുകൾ കൂടി വരുന്നുണ്ട്. എന്റെ അനുഭവത്തിൽ എന്നോട് ഒരാൾ നേരിട്ട് പറഞ്ഞൊരു കാര്യം പറയട്ടെ. പരിസരത്തുള്ള ഒരാൾ, അയാൾക്ക് ഒരു രോഗം പിടിപെട്ടു, ഡോക്ടർമാരെ കാണിച്ചു, ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോ അവസാനം വന്നു കില്ലൂര് തങ്ങളടുത്തേക്ക്. നോക്കുമ്പോ അവരെ കുടുംബക്കാര് പുത്തൻവാദികളാണ്. ഇത് നേർക്കുനേരെ തെളിവുള്ളതാണ്. ഉള്ളത് കൊണ്ട് പറയുകയാണ്, ആ പുത്തൻവാദികൾ മാറ്റി നിർത്തി പോകണ്ട തങ്ങളടുത്തേക്ക്. ഇല്ല, എനിക്ക് എന്റെ അസുഖം മാറിക്കിട്ടണം, അതിന് ഞാൻ തങ്ങളടുത്ത് പോവുക തന്നെ ചെയ്യൂ. അവര് നേരെ വന്നു, ആ രോഗിയെയും കൂട്ടിയിട്ട് തങ്ങളെടുത്തു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളൂ. വെള്ളം മന്ത്രിച്ചു കൊടുത്തു. സ്വലാത്തിൽ ഇരിക്കാൻ പറഞ്ഞു. ആ സ്വലാത്തിൽ കൂടിയ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് തങ്ങൾ അങ്ങ് ദുആ ചെയ്തപ്പോ ആ സദസ്സിൽ തടിച്ചുകൂടിയ പാരാവാരം കണക്കെയുള്ള ആൾക്കൂട്ടത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് ആമീനിന്റെ മന്ത്രമങ്ങ് മുഴങ്ങി വന്നപ്പോ അടുത്ത സ്വലാത്തിലേക്ക് ആ സ്ത്രീ കടന്നു വരികയാണ്. നേരത്തെ ഉള്ള രോഗമില്ല. ഇത് നേർക്ക് നേരെ കുടുംബത്തിൽപ്പെട്ട പുത്തൻവാദികൾ കണ്ടപ്പോ അവരും സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നു. ഇപ്പൊ ഞാൻ നാട്ടിന്റെ പേര് പറയുന്നില്ല. നിഷേധാത്മകമായ പ്രഖ്യാപനം വന്നാൽ വേണ്ടെടുത്തത് തുറന്ന് പറയുകയും ചെയ്യും. ആ മഹാനാണ് കില്ലൂർ തങ്ങൾ. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇവിടെ നമുക്കൊരു വലിയ കേന്ദ്രം വരണം. അസ്റാറുദ്ദീൻ വലിയ കേന്ദ്രമാണ്. ഇവിടെ ധാരാളം മഹാന്മാരുടെ ആത്മീയ നേതൃത്വമുള്ള സ്ഥലമാണ്. ഉത്തബട്ടു ഹൈദ്രോസ് വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി
ഹസൻ ഐദ്രോസ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്. അതുപോലെ ആന്ധ്രാപ്രദേശ് കോലാരക്കടത്ത് പെണകുണ്ടയിൽ മറപ്പെട്ട് കിടക്കുന്ന ബാബാ ഫഖ്റുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ഏകദേശം 56ഓളം വരുന്ന സ്ഥലത്ത് വന്നിട്ട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അവിടത്തെ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട തിരുച്ചിയിൽ മറപ്പെട്ട് കിടക്കുന്ന ഖബലെ ആലം നത്തർവാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ശിഷ്യനോട് ബാബാ ഫഖ്റുദ്ദീൻ തങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കയ്യിൽ ഒരു അറാക്ക് തരാം, മിസ്വാക്ക് തരാം. ഈ മിസ്വാക്ക് കൊണ്ടുപോയി നിങ്ങൾ ഒരു സ്ഥലത്ത് കുഴിച്ചിടണം. ആ മിസ്വാക്ക് എവിടെയാണോ മരമാടി വരുന്നത് അവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഏകദേശം 56ഓളം വരുന്ന സ്ഥലത്ത് ബാബാ ഫഖ്റുദ്ദീൻ തങ്ങൾ പോയി. അവിടെ എല്ലാം മിസ്വാക്ക് നട്ടുപിടിപ്പിച്ചു, വളർന്നില്ല. ആ കൂട്ടത്തിൽ പൊളലിയിൽ വന്നു, നട്ടുപിടിപ്പിച്ചു, വളർന്നില്ല. അവസാനമാണ് ആന്ധ്രാപ്രദേശിലെ പെണകുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ ഇബാദത്തിന് വേണ്ടിയിരുന്നു. അവിടെ മിസ്വാക്ക് നട്ടുപിടിപ്പിച്ചു. ഇന്ന് ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പെണകുണ്ടയിൽ പോയിരുന്നു. അവിടെ നോക്കുമ്പോ താഴെയുള്ള വേര് അതങ്ങ് പോയിട്ടുണ്ട്. പക്ഷേ മുകൾ ഭാഗം ഇപ്പോഴും പച്ച പിടിച്ചതാ. ബാബാ ഫഖ്റുദ്ദീൻ നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഇരിക്കേണ്ട സ്ഥലം ഇതാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ബാബാ ഫഖ്റുദ്ദീൻ ഇബാദത്തിന് വേണ്ടി ഇരുന്ന സ്ഥലമാണ് നമ്മുടെ പൊളലി എന്നത്. അതുപോലെ നമ്മുടെ കൈക്കമ്പത്തെ പരിസരത്ത് കിടന്ന് വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അസ്റാറുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെയുള്ളൊരു കേന്ദ്രമായി നമ്മുടെ കൈക്കമ്പ ഉയർന്നു വരട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കിവിടെ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രം വേണം, നമുക്ക് ഇവിടെ സെന്റർ വേണം. അതിന് നിങ്ങളൊക്കെ സഹകരിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട അസ്ഹരി ഉസ്താദ്, ഈ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, അവരൊക്കെ അതിനു വേണ്ടി ഓടി നടക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു അല്പം സ്ഥലം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വലിയ കേന്ദ്രം ഇവിടെ വരാൻ പോകണം. അതിനിപ്പോ സമയം വൈകിയത് കൊണ്ട് ഞാൻ ആരോടും ചോദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നിങ്ങളോട് ചോദിക്കും. കൈക്കമ്പ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജംഗ്ഷനാണ്. അവിടെ നിന്ന് മൂടബിത്തിനെ ഇങ്ങോട്ട് വരുമ്പോഴും മംഗലാപുരത്ത് ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാത്തിനും ഒരു സെന്ററാണ്. അങ്ങോട്ട് ബജ്പെക്ക് പോകുന്ന ഒരു സെന്ററാണ് കൈക്കമ്പ. ഈ കൈക്കമ്പത്ത് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒത്തുകൂടാനും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഒക്കെ ഇവിടെ നമുക്ക് ഒരു സംവിധാനം വേണം, സംരംഭം വേണം. ഈ നാട്ടിലുള്ള ഉമ്മമാര്, സഹോദരിമാര് അവർ സഹകരിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഈ സ്ഥലം നമുക്ക് ഈ കൈക്കമ്പത്ത് വാങ്ങണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊന്നും ഇപ്പൊ ചോദിക്കൂല, ഒക്കെ തങ്ങൾ ചോദിക്കും. തങ്ങൾ ചോദിക്കുന്ന സമയത്ത് തങ്ങളെ കൂടുതൽ ഇരുത്തി വേദനിപ്പിക്കുന്നതിന് പകരം നിങ്ങളൊക്കെ അത് പറയണം. തങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ആ സ്ഥലത്തിന്റെ സംഖ്യ ഇവിടെ ആയി കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കൂട്ടത്തിൽ മരിച്ചിട്ട് കബറിൽ കിടക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇത് കൊടുക്കുന്നത് സ്ഥലത്തേക്കാണ്. സ്ഥലത്തിന് കൊടുത്താൽ എന്നേക്കും കിട്ടുന്ന ജാരിയായ സ്വതഖയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാര് 12 മണിക്കൂറോളം ഇരിക്കാതെ, കിടക്കാതെ, ഉറങ്ങാതെ, ഒരു 5 പൈസ പോലും നമ്മിൽ നിന്ന് ശമ്പളം വാങ്ങാതെ ഔദ്ധരിച്ചിട്ട്